നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയ യു.ഡി.എഫിന്റെ അബു ജോൺ ജോസഫും ഷിബു തെക്കുംപുറവും കോതമംഗലം അരമനയിലെത്തി ബിഷപ്പുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇരുവരും കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിനെ കാണാനെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയ യു.ഡി.എഫിന്റെ അബു ജോൺ ജോസഫും ഷിബു തെക്കുംപുറവും കോതമംഗലം അരമനയിലെത്തി ബിഷപ്പുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇരുവരും കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിലിനെ കാണാനെത്തിയത്. മികച്ച വിജയം നേടിയതിന്റെ ആഹ്ലാദം പങ്കിടുന്നതിനാണ് അരമനയിലെത്തിയതെന്ന് അപ്പുവും ഷിബുവും പറഞ്ഞു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടുകയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പാർട്ടി മത്സരിച്ച 8 സീറ്റിൽ 7 സീറ്റും വിജയിച്ചു. കോതമംഗലത്തെ പിതാവിനെ വന്ന് കണ്ട് വിജയാഹ്ലാദം പങ്കുവയ്ക്കുവാനും അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാനുമാണ് ഇന്നിവിടെ വന്നത്. കോതമംഗലത്തിൻ്റെ ബഹുമാന്യനായ നിയുക്ത MLA ശ്രീ ഷിബു തെക്കുംപുറവും ഇന്നിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വർഷങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനനന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണമെന്ന ഒരു ഉപദേശമാണ് പിതാവ് തന്നത്. തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം ഈ തവണ UDF-നൊപ്പം ഉണ്ടായിരുന്നു. കോതമംഗലം നിയോജകമണ്ഡലം അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഇവിടെ നമുക്കറിയാം, ആലുവ മൂന്നാർ രാജപാത നമ്മളുടെ വലിയ ആവശ്യമാണ്. അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുള്ളത്. തീർച്ചയായി പിതാവുമായി സംസാരിച്ചപ്പോൾ കുടിയേറ്റ ജനതയുടെ വലിയ പ്രശ്നങ്ങൾ പിതാവ് ഷെയർ ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് കുടിയേറ്റ ജനത ഇന്ന് കുടിയേർക്കലിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ രാജപാത അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള വലിയ ശ്രമം UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഉന്നയിക്കുകയുണ്ടായി. തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിന്നുകൊണ്ട് PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളുടെ കേരള കോൺഗ്രസ് പ്രസ്ഥാനവും ശക്തമായി ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമെന്ന് പിതാവിനെ അറിയിച്ചിട്ടുണ്ട്. ആലുവ മൂന്നാർ രാജപാത, വന്യമൃഗശല്യം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന നിർദ്ദേശം ബിഷപ്പ് ഉന്നയിച്ചുവെന്നും സന്ദർശനത്തിന് ശേഷം ഇരുവരും പറഞ്ഞു.